സ്കൂൾ തുറക്കാനിരിക്കെ സംസ്ഥാനത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്കൂൾ ശുചീകരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കരമനയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. ജനകീയ ശുചീകരണ യജ്ഞത്തോടെയാണ് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളും പ്രവേശനോത്സവത്തിന് തയ്യാറാകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജൂൺ 3-നാണ് അധ്യയന വർഷം ആരംഭിക്കുന്നത്. സ്കൂൾ പ്രവേശനത്തിന് മുന്നോടിയായി സമയബന്ധിതമായി മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെയും നേരത്തെ പൂർത്തീകരിക്കാൻ തീരുമാനമായിരുന്നു. ഇതിന്റെ ഭാഗമായി മാലിന്യമുക്ത വിദ്യാലയം എന്ന മുദ്രാവാക്യത്തിലാണ് ജനകീയ ശുചീകരണ യജ്ഞം നടക്കുന്നത്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം കരമന ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നിർവഹിച്ചു. ജനകീയ ശുചീകരണ യജ്ഞത്തോടെയാണ് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളും പ്രവേശനോത്സവത്തിന് തയ്യാറെടുക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളിലും നടക്കും. മാലിന്യമുക്ത വിദ്യാലയം എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം. ശക്തമായ വേനൽമഴ സൃഷ്ടിച്ച പ്രയാസങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. എന്നാൽ മഹാപ്രളയത്തെ വരെ അതിജീവിച്ച മലയാളികൾ ഇതെല്ലാം തരണം ചെയ്ത് വിദ്യാലയങ്ങൾ കുട്ടികൾക്കായി സജ്ജമാക്കുന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്ത മുന്നൊരുക്കങ്ങളാണ് നാം പൂർത്തീകരിച്ചിരിക്കുന്നത്. സമൂഹമാകെ ആഘോഷമാക്കുന്ന പ്രവേശനോത്സവം കേരളത്തിന് മാത്രം അവകാശപ്പെടുന്ന സ്വകാര്യ അഹങ്കാരമാണ്. ഈ വർഷത്തെ ഏറ്റവും ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ക്ലീൻ ക്യാമ്പസും ഗ്രീൻ ക്യാമ്പസും, അതുപോലെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം. ഈ രണ്ട് മുദ്രാവാക്യങ്ങളും ക്യാമ്പസുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. സ്കൂൾ തലം വരെ എല്ലാ നിർദ്ദേശങ്ങളും നൽകി ആവശ്യമായ മുന്നൊരുക്കം പൂർത്തിയാക്കിയാണ് സ്കൂൾ തുറക്കലിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ശുചീകരണത്തിന്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളിലും ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കും. അതത് പ്രദേശത്തെ ജനപ്രതിനിധികൾ, അധ്യാപകർ, തൊഴിലാളികൾ, രക്ഷകർത്താക്കൾ, NSS, SPC, സ്കൗട്ട് കേഡറ്റുകൾ, ജീവനക്കാർ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, വിദ്യാർത്ഥി, യുവജന, മഹിളാ സംഘടനകൾ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളും ഇതിന്റെ ഭാഗമാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.